നോക്കുമ്പോണ്ട് അൽബൈക്കിൻ്റെ മുമ്പിൽ പെരുംജാതി തിരക്ക്. ഒന്നും നോക്കിയില്ല, നേരെ അൽബൈക്കിലേക്ക് ഇടിച്ച് കയറി. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ കോഴി ചിക്കൻ ബ്രോസ്റ്റഡ് എയർപോർട്ടിലില്ല. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയല്ലേ? ഇന്ന് പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിൻ്റെ സീക്രട്ട്, അതിൻ്റെ രഹസ്യം എന്താണെന്നാട്ടോ പറയാൻ പോകുന്നത്. ഈ കഴിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നറിയാം നിങ്ങൾക്ക്? സാധനത്തിൻ്റെ പേരവിടെ നിൽക്കട്ടെ, നമ്മൾ നാട്ടിൽ പോകാൻ കേട്ടോ. കുള്ളു വ്ളോഗ്സ് എന്നൊക്കെ എഴുതി പെട്ടിയൊക്കെ കെട്ടി നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് കേട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലേക്ക് പോവാണ്. ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഇനി കളികൾ മുഴുവൻ നാട്ടിലാണ് കേട്ടോ. നമ്മൾ ദമാമെന്നാണ് പോകുന്നത്. അതുകൊണ്ട് നോക്ക്, ആ ട്രോളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പൂത്തിരി കത്തലാണ്. നേരെ നോക്കുമ്പോൾ നമുക്ക് വിശപ്പാണല്ലോ മെയിൻ. നോക്കുമ്പോണ്ട് അൽബൈക്കിൻ്റെ മുമ്പിൽ പെരുംജാതി തിരക്ക്. ഒന്നും നോക്കിയില്ല, നേരെ അൽബൈക്കിലേക്ക് ഇടിച്ച് കയറി. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ കോഴി ചിക്കൻ ബ്രോസ്റ്റഡ് എയർപോർട്ടിലില്ല. അവിടെ ഓൺലി ചിക്കൻ നഗറ്റ്സും ബർഗറും സംഭവങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും വണ്ടിയിൽ അൽബൈക്കത്തെ ചിക്കൻ നഗറ്റ്സ് ഇങ്ങോട്ട് വാങ്ങി തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നോക്കിയിട്ട് ചിരിക്കുന്ന കണ്ടിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചിക്കൻ നഗറ്റ്സ് അങ്ങോട്ട് എടുത്തിട്ട് ഒരു കടി അങ്ങോട്ട് കടിച്ച് നൈസാണല്ലോ. പക്ഷേ എങ്കിൽ എനിക്ക് അറിയാത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടായിരിക്കും എയർപോർട്ടുകളിൽ കോഴി ചിക്കൻ ബ്രോസ്റ്റഡ് കൊടുക്കാത്തത്? അവിടെ നഗറ്റ്സും ബർഗറും മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടോ ബ്രോസ്റ്റഡ് ഉണ്ടോയെന്ന്, അപ്പോൾ പറഞ്ഞു ബ്രോസ്റ്റഡ് ഇല്ലയെന്ന്. ആദ്യം നമ്മളെന്താക്കി, കെച്ചപ്പിൽ കുത്തിയിട്ട് ഒരു കടി അങ്ങോട്ട് കടിച്ച്. അത് കഴിഞ്ഞിട്ട് ആ വെള്ള കളറുള്ള സാധനം ഉണ്ടല്ലോ, മയനൈസാണോ തോമാണോ എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അൽബൈക്കിൻ്റെ എല്ലാ എയർപോർട്ടുകളിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചിക്കൻ നഗറ്റ്സാണ് ഞാൻ വാങ്ങിയത്. നാട്ടിൽ പോവാണ്, ഇനി നാട്ടിലെ കളികളാണ്, നാട്ടിലെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. വന്നിട്ടും പ്രവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എയർപോർട്ടിൽ ചെന്നിട്ട് ആ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ആ ബോർഡിംഗ് പാസ്സൊക്കെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിട്ട് അങ്ങനെ ആ ഒരു ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മിറാണ്ടയും വാങ്ങിയിട്ടോ. പക്ഷേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ മിറാണ്ടൊക്കെ എത്ര റുപ്യാണെന്നറിയാം നിങ്ങൾക്ക്? 4 റിയാലാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി. പോകുന്ന വഴിക്ക് ഒരുപാട് കമ്പനിക്കാരെ കിട്ടി, ഒരുപാട് ആൾക്കാരോട് കഥകൾ പറഞ്ഞ്, ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ട്, ദമാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ബ്രോ എന്നെ കണ്ടിട്ട് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നൊക്കെ എന്നെ വിളിച്ച് എല്ലാവരും ഹാപ്പി, എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. അതിലും വലുതായിട്ട് നമുക്ക് വേറെ ഒന്നും ഈ ലോകത്തിൽ ചെയ്യാനില്ല. ആരോടും ദേഷ്യം പിടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അങ്ങനെ ആ അവസാനത്തെ ചിക്കൻ നഗറ്റ്സിൻ്റെ കഷ്ണം കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കി അവസാനത്തെ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസും ഞാൻ അടിച്ച് പള്ള പൊട്ടാനായി. ഇനി നേരെ ഫ്ലൈറ്റ് കയറുന്നു, നാട്ടിലേക്ക് പോകുന്നു. ഇനി നാട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഹാപ്പിയല്ലേ ഗൈസ്?